കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 578. സൂറത്ത് ഇബ്രാഹിം ആയത്തുകൾ 42 മുതൽ 52 വരെ, അതായത് അവസാനം വരെ. പേജ് നമ്പർ 901. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء وأنذر الناس يوم يأتيهم العذاب فيقول الذين ظلموا ربنا أخرنا إلى أجل قريب نجب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال وسكنتم في مساكن الذين ظلموا أنفسهم وتبين لكم كيف فعلنا بهم وضربنا لكم الأمثال وقد مكروا مكرهم وعند الله مكرهم وإن كان مكرهم لتزول منه الجبال فلا تحسبن الله مخلف وعده رسله إن الله عزيز ذو انتقام يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار وترى المجرمين يومئذ مقرنين في الأصفاد سرابيلهم من قطران وتخشى وجوههم النار ليجزي الله كل نفس ما كسبت إن الله سريع الحساب هذا بلاغ للناس ولينذروا به وليعلموا أنما هو إله واحد وليذكر أولو الألباب. സൂറത്ത് ഇബ്രാഹിം ആയത്ത് 42. വലാ തഹ്സബന്ന അല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. അക്രമികൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കാത്തവനാണ് അള്ളാഹു എന്ന് ഒരിക്കലും നീ വിചാരിച്ചു പോകരുത്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആരാധന അള്ളാഹുവിന് അർപ്പിക്കുവാൻ ഉപദേശിച്ചു കൊണ്ടുവന്ന പ്രവാചകന്മാരെ പരിഹസിക്കുകയും ചീത്ത പറയുകയും നാട് കടത്തുകയും കൊല്ലുകയും തീയിൽ ദഹിപ്പിക്കുകയും ചെയ്ത ദുർജനങ്ങളോട് ന്യായമായ നടപടികൾ ഉടനടി എടുക്കാതെ ക്ഷമിച്ചിരിക്കുകയാണ് അള്ളാഹു. ലോകത്ത് പലതരം അക്രമങ്ങൾ നടത്തുന്നവരുണ്ട്, മനുഷ്യരെ നിർദാക്ഷിണ്യം കൊന്നെടുക്കുന്നവരുണ്ട്. ഇതൊക്കെ കാണുന്നവനാണ് അള്ളാഹു. പെട്ടെന്ന് നടപടിയെടുക്കുകയില്ലെന്നതും അവൻ്റെ നടപടിക്രമത്തിൽപ്പെട്ടതാണ്. സർവത്തിൻ്റെയും സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട പള്ളി പൊളിച്ചു നീക്കി സൃഷ്ടിയെ ആരാധിക്കുവാൻ അമ്പലമുണ്ടാക്കാൻ ഒരുങ്ങിയവരുടെ മേൽ തൽക്ഷണം നടപടിയെടുക്കുന്നില്ല. പള്ളിയേക്കാൾ കൂടുതൽ ജാറങ്ങളെ വന്ദിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരോടും ഇസ്ലാമിൻ്റെ പേരിൽ ഖബറിന് സുജൂദ് ചെയ്യുന്നവരോടും അതിൽ വെറുപ്പ് കാണിക്കാത്തവരോടും ഒന്നും ഉടനടി നടപടിയെടുക്കുന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് ഇതൊന്നും അള്ളാഹു ശ്രദ്ധിക്കുന്നില്ലെന്ന് ആരും വിചാരിക്കേണ്ട. പേജ് നമ്പർ 902. ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ. അവരെ ഒരു ദിവസത്തിലേക്ക് അവൻ നീട്ടിവെക്കുകയാണ്. തഷ്ഖസു ഫീഹിൽ അബ്സ്വാർ. അന്ന് കണ്ണുകൾ മേൽപോട്ടായിത്തീരും. ആയത്ത് 43. മുഹ്തിഈന, ധൃതിപ്പെട്ട് വരുന്നവരായി, മുഖ്നിഈ റൂസിഹിം,
അവരുടെ തലകൾ ഉയർത്തിപ്പിടിച്ചവരായി. ലയർത്തദ്ദു ഇലൈഹിം ത്വർഫുഹും, അവരുടെ കണ്ണ് അവരിലേക്ക് മടങ്ങുകയില്ല. വഅഫ്ഇദതുഹും ഹവാ, അവരുടെ ഹൃദയങ്ങൾ ശൂന്യവുമായിരിക്കും. ഹേ മനുഷ്യ, ഈ അക്രമികൾ എത്ര വമ്പിച്ച കടുങ്കൈകൾ ചെയ്താലും പെട്ടെന്ന് അവർ ശിക്ഷിക്കാതെ വിട്ടിരിക്കുന്നത് കണ്ടിട്ട് അള്ളാഹു ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, കണക്കിലെടുക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അള്ളാഹു ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്, അതുവരെ യഥേഷ്ടം ജീവിക്കാൻ അവർക്ക് അവധി നീട്ടിക്കൊടുക്കുന്നു എന്ന് മാത്രം. മനുഷ്യരെ ഒന്നടങ്കം രണ്ടാമതും ജീവിപ്പിച്ച് ഒരുമിച്ച് കൂട്ടി വിചാരണ നടത്തുന്ന മഹാദിവസമാണിത്. നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും വിധിക്കപ്പെടുന്ന ദിവസം. ആ ദിവസത്തെ അവസ്ഥ വളരെ വിഷമം നിറഞ്ഞതായിരിക്കും. അന്ന് എല്ലാവരുടെയും കണ്ണുകൾ മേൽപോട്ടായിരിക്കും, തിരിഞ്ഞും മറിഞ്ഞും നോക്കുകയില്ല. അന്ന് അവരെ വിളിക്കുമ്പോൾ ഖബറുകളിൽ നിന്ന് വളരെ ധൃതിപ്പെട്ട് പുറത്തു വന്ന് വിളിച്ച ഭാഗത്തേക്ക് അവർ ഓടിച്ചെല്ലും. അവരുടെ തല ഉയർത്തിപ്പിടിച്ചിരിക്കും, സ്വദേഹത്തേക്ക് അവർ നോക്കുകയില്ല. മേലോട്ടൊരൊറ്റ നോട്ടം തന്നെ, കണ്ണ് വെട്ടുകയില്ല. ഹൃദയങ്ങൾ ശൂന്യമായിരിക്കും, മനസ്സിൽ യാതൊരു വിചാരവും പരിപാടിയും ഉണ്ടായിരിക്കുകയില്ല. അന്നത്തെ വിഷമസ്ഥിതിയിൽ അവരന്താടിച്ചു പോകും. ഉമർ മൗലവിയുടെ റഹ്മഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 579, സൂറത്ത് ഇബ്രാഹിം ആയത്ത് 44, പേജ് 902. മനുഷ്യരോട് അവർക്ക് ശിക്ഷ വരുന്ന ദിവസത്തെപ്പറ്റി നീ താക്കീത് ചെയ്യുക. അപ്പോൾ അക്രമികളായിട്ടുള്ളവർ പറയും, റബ്ബനാ അഖിർനാ ഇലാ അജലിൻ ഖരീബിൻ, ഞങ്ങളുടെ റബ്ബേ അടുത്തൊരു അവധി വരെ ഞങ്ങളെ നീ പിന്തിച്ചു നിർത്തണേ. നുജിബ് ദഅവതക, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിക്കൊള്ളാം. വനത്തബിഅ റൂസുല, പ്രവാചകന്മാരെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തു കൊള്ളാം. അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊള്ളാം എന്ന് പറഞ്ഞതിനൊപ്പം പ്രവാചകന്മാരെ പിൻപറ്റിക്കൊള്ളാം എന്നുകൂടി പറഞ്ഞത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഹ്ലുൽ ഖുർആൻ അഥവാ ഖുർആൻ്റെ ആൾക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടരുണ്ടല്ലോ. പ്രവാചകന്റെ മാതൃക നോക്കേണ്ടതില്ല, ഖുർആൻ മാത്രം മതി എന്നാണല്ലോ അവർ പറയുന്നത്. വാസ്തവത്തിൽ ഖുർആൻ തന്നെ അവർ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് അനുഭവം. ഖുർആൻ്റെ വിശദീകരണവും അള്ളാഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖിയാമ 19, പേജ് നമ്പർ 903. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുവാൻ ശക്തിയായി കൽപ്പിച്ചിട്ടുമുണ്ട്. പ്രവാചകന് ആരെങ്കിലും അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. നിസാ 80. അപ്പോൾ പ്രവാചകരെ ചര്യ നോക്കേണ്ടതില്ല എന്ന് പറയുന്നവർ ഖുർആനെ തള്ളുകയും നിഷേധിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് ഖുർആന്റെ ആൾക്കാർ എന്ന് അവരെപ്പറ്റി പറയാൻ പറ്റുകയില്ല. നമസ്കാരം മുഅ്മിനുകൾക്ക് സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാകുന്നു എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിസാ 103. എന്നാൽ ഏതെല്ലാം സമയമാണ്, ഓരോ സമയവും ഏത് മുതൽ ഏതുവരെ, നമസ്കരിക്കൽ എങ്ങനെയാണ് എന്നൊക്കെ ആര് പറഞ്ഞു തരും? ഏത് മുതൽ ഏതുവരെ നമസ്കരിക്കൽ എങ്ങനെയാണ് എന്നൊക്കെ ആര് പറഞ്ഞു തരും? അഥവാ ആര് പറഞ്ഞതാണ് നാം സ്വീകരിക്കേണ്ടത്? ആ സ്ഥാനം പ്രവാചകന്റെ സ്ഥാനമാണെന്ന് വിശ്വാസികൾ പറയുന്നു. അത് ഷഹാദത്ത് കലിമയുടെ താല്പര്യമാണ്. അതിൽ യോജിക്കാത്തവൻ മുഅ്മിനല്ല. എന്നാൽ പ്രവാചകന്റെ നേരെ നോക്കേണ്ടതില്ല, നമുക്ക് സ്വയം പറയാം എന്ന് അഹ്ലുൽ ഖുർആൻ പറയുന്നു. ദീനിനെ പൊളിക്കുന്ന വാദമാണിത്. അതായത് യഥാർത്ഥത്തിൽ അവർ അഹ്ലുൽ ഖുർആൻ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഖുർആൻ അംഗീകരിച്ചാൽ നബിശരിയും അംഗീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അഹ്ലുൽ ഖുർആൻ എന്ന വിശേഷണത്തിന് അവർ അർഹരല്ല യഥാർത്ഥം. അവലം തകൂനു അഖ്സംതും മിൻ ഖബ്ലു മാ ലകും മിൻ സവാൽ, നിങ്ങൾക്കൊരിക്കലും സ്ഥലമാറ്റം ഉണ്ടാകുകയില്ല എന്ന് നിങ്ങൾ മുമ്പ് സത്യം ചെയ്ത് പറഞ്ഞവരായിരുന്നില്ലേ എന്ന് അവരോട് പറയപ്പെടും. സ്ഥലം മാറ്റമില്ല എന്ന് വെച്ചാൽ ഇഹലോക ജീവിതമല്ലാതെ വേറെ ഒരു ജീവിതമില്ല എന്ന് സത്യം ചെയ്തുകൊണ്ട് അവർ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റിയാണിത്. ആയത്ത് 45. വസകൻതും ഫീ മസാകിനില്ലദീന ളലമു അൻഫുസഹും, തങ്ങളോട് തന്നെ അക്രമം ചെയ്ത കൂട്ടരുടെ ഭവനങ്ങളിൽ നിങ്ങൾ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. വതബയ്യന ലക്കും കൈഫ ഫഅൽനാ ബിഹിം, അവരെ സംബന്ധിച്ച് നാം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾക്ക് വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട്. വളറബ്നാ ലക്കുമുൽ അംസാൽ, ഉപമകളെ നിങ്ങൾക്ക് നാം വിവരിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നാം വിവരിച്ചു തരികയും ചെയ്തു.
നിങ്ങൾക്ക് ഈ അപകടം പിണയാതിരിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും നാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിസ്സാരമാക്കി തള്ളി താന്തോന്നികളായി ജീവിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. എന്നിട്ടിപ്പോൾ അവധി നീട്ടിത്തരാൻ ആവശ്യപ്പെടുകയാണോ? ഭൂമിയിൽ നിങ്ങൾ താമസിച്ച സ്ഥലങ്ങളിൽ മുമ്പ് ഓരോ കൂട്ടർ താമസിച്ചിട്ടുണ്ട്. അവർ നന്ദി കാണിക്കാത്തവരായി അക്രമികളായി ജീവിച്ചു. തന്നിമിത്തം അവരെ നാം ശിക്ഷിച്ചു. നൂഹ് നബി അലൈഹി സ്വലാമയുടെ ജനത, ആദ്, സമൂദ് സമുദായങ്ങളിൽ എന്നിവരെ പോലെ. ഇതെല്ലാം നിങ്ങൾക്ക് നല്ലവണ്ണം ബോധ്യപ്പെട്ടു. ഇതിൽ നിന്നൊക്കെ നിങ്ങൾ പാഠം പഠിക്കേണ്ടതായിരുന്നു. അവരുടെ ദുർനടപ്പും അക്രമവും നിമിത്തം ദുനിയാവിൽ തന്നെ അവർ ശിക്ഷിക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ശിക്ഷയുണ്ടാകുമെന്ന് വ്യക്തമായ ഉപമ സഹിതം നിങ്ങൾക്ക് വിവരിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ആയത്ത് 46. വഖദ് മകറൂ മക്റഹും, അവർ അവരാൽ കഴിയുന്ന തന്ത്രം പ്രയോഗിച്ചു. വഇൻദല്ലാഹി മക്റുഹും, അവർക്കായുള്ള തന്ത്രം അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. അവരുടെ തന്ത്രങ്ങളെയെല്ലാം പരാജയപ്പെടുത്താനും അവൻ്റെ നടപടിക്രമം അനുസരിച്ച് ന്യായമായ വിധി നടത്താനും അള്ളാഹുവിന് കഴിവുണ്ട് എന്ന് അവർ ഓർത്തുകൊള്ളട്ടെ. പേജ് 904. വഇൻ കാന മക്റുഹും ലിതസൂല മിൻഹുൽ ജിബാൽ, അവരുടെ തന്ത്രപ്രയോഗം നിമിത്തം പർവ്വതങ്ങൾ സ്ഥാനം തെറ്റിപ്പോകാൻ മാത്രമായിട്ടുണ്ടെങ്കിലും സത്യത്തെ എതിർക്കുവാനും സത്യവാന്മാരെ ദ്രോഹിക്കുവാനും വേണ്ടി അവരെ കൊണ്ടാവുന്ന തന്ത്രങ്ങളെല്ലാം അവർ പ്രയോഗിച്ചു നോക്കി. ഒന്നും ഫലിച്ചില്ല. അതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെട്ടിട്ടുണ്ട്. ന്യായമായ നടപടി തക്ക സമയത്ത് എടുക്കുന്നതാകുന്നു. ഇസ്രായേൽ സന്തതികളെ ഒന്നാകെ പിടികൂടാൻ വന്ന ഫിർഔനെയും സൈന്യത്തെയും ഒന്നടങ്കം കടലിൽ മുക്കി നശിപ്പിച്ചു. അവരുടെ തന്ത്രം കൊണ്ട് സത്യത്തിന് യാതൊരു ക്ഷീണവും തട്ടിയില്ല. സത്യം പർവ്വതം പോലെ ഉറച്ചു നിൽക്കുന്നതാകുന്നു. കാറ്റടിച്ചാൽ മല ഇളകിപ്പോകുകയില്ലല്ലോ. ആയത്ത് 47. ഫലാ തഹ്സബന്ന അല്ലാഹ മുഖ്ലിഫ വഅദിഹി റുസുലഹ, അതിനാൽ അള്ളാഹു അവൻ്റെ ദൂതന്മാരോട് ചെയ്തിട്ടുള്ള വാഗ്ദത്തം ലംഘിക്കുന്നവനാണെന്ന് നീ ഒരിക്കലും ധരിച്ചു പോകരുത്. ഇന്നല്ലാഹ അസീസുൻ ദുൻതിഖാം, നിശ്ചയമായും അള്ളാഹു അജീയനും ശിക്ഷ നടത്തുന്നവനുമാകുന്നു. ആയത്ത് 48. യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദി വസ്സമാവാത്, ഈ ഭൂമിയല്ലാത്തതായും അതുപോലെ ആകാശങ്ങളും മാറ്റിമറിക്കപ്പെടുന്ന ദിനം. വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും അടക്കി ഭരിക്കുന്നവനുമായ അള്ളാഹുവിൻ്റെ മുമ്പാകെ അവർ പ്രത്യക്ഷരായി വരികയും ചെയ്യുന്ന ദിനം. ആയത്ത് 49. വതറൽ മുജ്രിമീന യൗമഇദിൻ, അന്നേ ദിവസം കുറ്റവാളികളെ നീ കാണും. മുഖർറനീന ഫിൽ അസ്വാദ്, ചങ്ങലകളിൽ അന്യോന്യം ചേർത്ത് ബന്ധിക്കപ്പെട്ടവരായി. ലോകമടക്കി ഭരിച്ച അനേകം രാജാക്കന്മാരും ഭരണകർത്താക്കളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അനേക ലക്ഷങ്ങളെ കൊന്നൊടുക്കിയവരുണ്ട്. തുല്യതയില്ലാത്ത അക്രമവും അന്യായവും ചെയ്തവരുണ്ട്. ഭൗതിക ലോകത്തെ അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി എന്തനീതിയും ഒരു സങ്കോചവുമില്ലാതെ പ്രവർത്തിച്ചവരുണ്ട്. സൃഷ്ടികർത്താവിനെ കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചവരും വേദവാക്യങ്ങൾ തന്നിഷ്ടം പോലെ മാറ്റിമറിച്ചവരും ദൈവദൂതന്മാരെ പോലും ആക്രമിച്ചവരും വധിച്ചവരുമെല്ലാം ഈ ഭൂമുഖത്ത് കഴിഞ്ഞു പോയവരാണ്. ഈ വക സകല അക്രമികളും നിസ്സഹായരും ചങ്ങലകളിൽ ബന്ധിതരും നഗ്നരുമായി ദൈവസന്നിധിയിൽ ഭയപ്പാടോടെ നിൽക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു. അതാരും മറന്നു പോകേണ്ട. ആയത്ത് 50. സറാബീലുഹും മിൻ ഖത്റാനിൻ, അവരുടെ കുപ്പായങ്ങൾ കറുത്ത കീലി അഥവാ ടാറിൻ്റെതാണ്. വത്തഗുശാ വുജൂഹഹും നാർ, തീ അവരുടെ മുഖങ്ങളെ മൂടുന്നതുമാകുന്നു. പേജ് 905. ലിയജ്സിയല്ലാഹു കുല്ല നഫ്സിൻ മാ കസബത്, ആയത്ത് 51. അള്ളാഹു ഓരോ ആൾക്കും അവരവർ സമ്പാദിച്ചതിന് പ്രതിഫലം കൊടുക്കാനായി. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, നിശ്ചയമായും അള്ളാഹു വേഗത്തിൽ വിചാരണ നടത്തുന്നവനാകുന്നു. ആയത്ത് 52. ഹദാ ബലാഉൽ ലിന്നാസി, ഇത് ജനങ്ങൾക്കൊരു മുന്നറിയിപ്പാകുന്നു. വലിയുൻദറൂ ബിഹി, ഇതുമൂലം അവർ താക്കീത് ചെയ്യപ്പെടാൻ വേണ്ടിയും. വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ, അവനാകുന്നു ഏകനായ ആരാധ്യൻ എന്ന് അവരറിയുന്നതിനു വേണ്ടിയും. വലിയദ്ദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിനു വേണ്ടിയും ഈ കിതാബിനെ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു. സൂറത്ത് ഇബ്രാഹിം അവസാനിച്ചു.